ഞാൻ ഇന്ന് പ്രതികരിച്ചതുകൊണ്ട് സമൂഹം അല്ലെങ്കിൽ അധികൃതർ മാറുമെന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ നമ്മളെപ്പോലെ പ്രകൃതിയും വന്യജീവിയും സംരക്ഷിക്കുന്ന കുറേ കൂട്ടരുണ്ട്. നമ്മുടെ ഒരു വോയിസാണ് ഇവർ ഇങ്ങനെയെങ്കിലും കാടിനെ നശിപ്പിക്കാതെ വയ്ക്കാനുള്ള ഒരു ശ്രമം. ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏറ്റവും ക്രൂരമായ ഒരു കാര്യമാണ് കേരളത്തിൽ. കാരണം എന്താണ് ട്രാങ്ക്വിലൈസേഷൻ എന്നുള്ളതിൻ്റെ ബേസിക് കൂടി അറിയാതെയാണ് ഇവരിൽ പലരും ഈ ഒരു മെത്തേഡ് വന്യമൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എനിക്ക് മാനന്തവാടിയും വയനാടും ഈ കാടിൻ്റെ അടുത്ത് താമസിക്കുന്നവരടുത്തും പറയാനുള്ളത് ഒന്നേയുള്ളൂ. ഈ രാഷ്ട്രീയക്കാരും ഈ അധികാരികളും നിങ്ങളെ ശരിക്ക് ചൂഷണം ചെയ്യുകയാണ്. കാരണം കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ ഷോർട്ട് ടേം ഗെയിൻസ് വേണ്ടി മാത്രം അവർ ഈ മൃഗങ്ങളെ നിങ്ങൾ ഒഴിവാക്കുന്നു. നിങ്ങൾ സന്തോഷകരാകുന്നു, ഓക്കെ, മൃഗങ്ങൾ പോയി എന്നുള്ളത്. പക്ഷേ ഈ അധികൃതർ, ഈ പൊളിറ്റീഷ്യൻസ് എന്തെങ്കിലും രീതിയിൽ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കാണാനുള്ള ഏതെങ്കിലും രീതിയിൽ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇവർക്ക് വോട്ട് ബാങ്കാണ്. അധികൃതരാണെങ്കിലോ ഫോറസ്റ്റ് ഓഫീഷ്യൽസ് ആണെങ്കിലോ ജോലിക്ക് കയറിയത് മുതൽ അടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇപ്പോഴും 1800 ആ ഒരു സിസ്റ്റം ഇവർ ഫോളോ ചെയ്യുകയാണ്. ഏമാൻ പറയുന്നത് എന്തും അനുസരിക്കേണ്ടത്. ഇവരുടെ നട്ടിലൊക്കെ എവിടെ പോയി? IFSും ഇതൊക്കെ എടുത്തിട്ടാണ് മുകളിൽ ഓഫീസേഴ്സ് ഇരിക്കുന്നത്, PCC അടക്കമുള്ളവർ. ഇവർ കുറച്ച് ധൈര്യമായിട്ട് പറയാനുണ്ട് എങ്ങനെ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. വളരെ ദയനീയമാണ് ഇന്നത്തെ സാഹചര്യം. വയനാട് പോലെയുള്ള, ഇടുക്കി പോലെയുള്ളത് ഇനിയും കൂടുതൽ ആവുകയുള്ളൂ. ഞാൻ എഗെയിൻ പറയാണ്, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയല്ല. കാട് കുറഞ്ഞു വരുന്നു. കാട്ടിലുള്ള ഭക്ഷണങ്ങളും മറ്റുള്ള പദാർത്ഥങ്ങളും കുറഞ്ഞു വരുവാണ്. ആൻഡ് ചില സമയങ്ങൾ മാത്രമാണ് മൃഗങ്ങൾ വരുന്നത്. എത്രയോ മൃഗങ്ങൾ കാട്ടിൻ്റെ അകത്തുണ്ട്. എല്ലാ മൃഗങ്ങളും നാട്ടിൽ വരുന്നില്ല. ചില സാഹചര്യങ്ങളിൽ ആനകളും കടുവകളും പുലികളും കരടികളൊക്കെ പുറത്തു വരുന്നു. മനുഷ്യർ ദയവ് ചെയ്ത് അവർ ഉപദ്രവിക്കാതിരുന്നാൽ അവർ തിരിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് പോയിക്കോളും. അപ്പോഴാണ് നമ്മൾ ഈ മനുഷ്യർ, വിവേകബുദ്ധിയുള്ളവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, ആ മൃഗത്തിന് പരിഭ്രാന്തി പരത്തി കൊടുന്നു. എനിക്കൊന്നുകൂടി പറയാൻ മാത്രമേ ഉള്ളൂ, കാട് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് സംരക്ഷിക്കേണ്ട ഒരു വലിയൊരു സ്രോതസ്സാണ്. അത് ഇല്ലാതെയാക്കരുത്. ഈ രാഷ്ട്രീയക്കാരും ഈ വനാധികൃതരും ഷോർട്ട് ടേം ഗെയിൻസിന് വേണ്ടി മാത്രം ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ഇല്ലാതെയാക്കരുത്. കുറച്ചുകൂടി പക്വതയോടെ പൊളിറ്റീഷ്യൻസും നാട്ടുകാരും ഓഫീസേഴ്സും എല്ലാവരും കൂടി പെരുമാറണം എന്ന് മാത്രം ഞാൻ പറയുന്നു. ഈ ഒരു ആനയെ കൊണ്ട് മാത്രം ഈ ശല്യം ഇന്ന് തീരുമോ എന്ന് ചോദിച്ചാൽ തീരില്ല. ശല്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ വാക്കാണ് ഞാൻ പറയുന്നത്. ഇനിയും കൂടുതലാവുകയുള്ളൂ ഇനി വരും ദിവസങ്ങളിൽ. അത് ഇല്ലാതാക്കാൻ ലോങ് ടേം ആയിട്ടുള്ള ശ്രമമാണ് വേണ്ടത്. ഇന്ന് ലോങ് ടേം ബേസിസിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു 10-12 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ കുറച്ചെങ്കിലും എഫക്റ്റ് ഞങ്ങൾക്ക് കിട്ടുക. സോ ദയവ് ചെയ്ത് എല്ലാവരും കൂടി, കാടിൻ്റെ അടുത്ത് താമസിക്കുന്നവരെല്ലാവരും കൂടി വന്യമൃഗങ്ങളെ ഒരു ശത്രുവായിട്ട് കാണരുത്. ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, വിവേകബുദ്ധിയുള്ള മനുഷ്യർ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ അധികൃതരും പൊളിറ്റീഷ്യൻസും കുറച്ചുകൂടി മനുഷ്യരുടെ ഭാവി നിങ്ങളുടെ കൈകളാണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെയുള്ള ഒരു പ്രതികരണം മാത്രം മതിയോ എന്ന്. ഞങ്ങളുടെ തന്നെ എത്രയോ കേസസ് ഇപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും ഇന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള കൺസർവേഷനിസ്റ്റിന് വലിയ ഭാരിച്ച ചിലവാണ് വരിക. ആൻഡ് ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ കേസുകളാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ കെട്ടിക്കിടക്കുന്നത്. അതിനിടയിൽ ഒരു കേസ് മാത്രമായി മാറുകയാണ്. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഒരു മനസാക്ഷിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എത്രയോ കേസുകൾ, ഇതിന് മുന്നിലുള്ള കേസുകളും കൊടുത്തിട്ടുണ്ട്. ഇതും ഞങ്ങൾ കേസായിട്ട് തന്നെ പോകും. ബട്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് വലിയൊരു രീതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവ് ആരും ഇറക്കില്ല. കാരണം ഒന്ന് ആലോചിക്കണം, 11:30-12 മണിക്ക് ആനയെ ഇത് ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കുന്നു, 4:30 മണിക്ക് ആദ്യത്തെ ട്രാങ്ക്വിലൈസേഷൻ വെക്കുന്നു, അതിന് 10 മിനിറ്റ് ശേഷം രണ്ടാമത്തെ ട്രാങ്ക്വിലൈസേഷൻ ചെയ്യുന്നു. എന്താണ് ട്രാങ്ക്വിലൈസേഷൻ? ഒരു മൃഗത്തിൽ വരുത്തുന്നത് എന്നുള്ളൊരു കാര്യം, അതിൻ്റെ ഉള്ള അനാറ്റോമിക്കൽ കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ ഒരു ഇതിൽ അഭ്യർത്ഥിക്കുന്നു.